ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ LGSുമായി ബന്ധപ്പെട്ട മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്ത സംഖ്യകളിൽ 12ൻ്റെ ഗുണിതം ഏത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. 12ൻ്റെ ഗുണിതം ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ 12ൻ്റെ ഗുണിതം കാണണമെങ്കിൽ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ നമ്പേഴ്സും വെച്ചിട്ട് എങ്ങനെയാണ് ഓരോ നമ്പേഴ്സിൻ്റെയും ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ 12ൻ്റെ ഗുണിതമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12ൻ്റെ ഗുണിതം കാണണമെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 12 എന്ന് പറയുന്നത് 4ൻ്റെയും 3ൻ്റെയും ഗുണിതം ഏതെന്ന് നോക്കിയാൽ മതി. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതൊക്കെയാണ് 4ൻ്റെയും 3ൻ്റെയും ഗുണിതമായിട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. അതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 12 എന്ന് പറയുന്നത്. നമുക്ക് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഈ നമ്പേഴ്സിൽ ഏത് നമ്പർ ആണ് 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെങ്കിൽ 3ൻ്റെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിലത്തെ ഓരോ ഡിജിറ്റ്സും കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പർ 3ൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമ്പർ എടുക്കുകയാണ് 3, 8, 1, 6. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പർ ഒരു 3ൻ്റെ ഗുണിതമാണോ അഥവാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു നമ്പറിലത്തെ ഓരോ ഡിജിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യാം. 3 + 8 + 1 + 6. ഇത് ആഡ് ചെയ്യുമ്പോൾ 6, 3, 9, 1, 10, 8, 18. വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 1ഉം 8ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 9 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് 3 × 3 ആണ് 9. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ നമ്പർ എന്നത് 3ൻ്റെ ഗുണിതമാണ്, അഥവാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്പർ നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ 32, 47. ഇത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. 3 + 2 + 4 + 7. 7, 3, 10, 4, 14, 2, 16 എന്ന് കിട്ടും. 16, 6, 1, 7 എന്ന ആൻസർ കിട്ടും. പക്ഷേ 7 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കാം. 36, 49. ഇത് ചെക്ക് ചെയ്യുമ്പോൾ 3 + 6 + 4 + 9. 6, 3, 9, 9, 18, 4, 22. 2, 2, 4. ഇതും 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പോൾ ഈ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ ചെക്ക് ചെയ്യാം. 33, 47. ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 7, 3, 10, 3, 13, 4, 17. 7, 1, 8 എന്ന് കിട്ടും. 8 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 12ൻ്റെ ഗുണിതമാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തു. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്പർ നമ്മൾ എടുക്കുകയാണ്. 38, 16. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 16 ആണ്. ഈ 16 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമാണെന്ന് ചെക്ക് ചെയ്യാം. 16ന് നമുക്ക് 4 × 4, 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സംഖ്യ 3ൻ്റെയും 4ൻ്റെയും ഗുണിതമാണ്, അഥവാ നമുക്ക് എന്ത് പറയാം, 12ൻ്റെ ഗുണിതമാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് 12ൻ്റെ ഗുണിതമായിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ഡിവിസിബിലിറ്റി റൂളാണ് ചെക്ക് ചെയ്യേണ്ടത്. 12ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം 4 കൊണ്ടും 3 കൊണ്ടും
മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ 4 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ കുറച്ച് ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇതിനെങ്ങനെ ആഡ് ചെയ്യുന്നു നോക്കാം. 13.07 പ്ലസ് 21. അപ്പോൾ ഈ ദശാംശം വരുന്നതാണെങ്കിൽ നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അഥവാ ഡിജിറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ 21, അവിടെ പോയിൻ്റ് ഒന്നുമില്ല. പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 00 എന്ന് ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് 0.3 0.3 0.3. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് 1.25 എന്നാണ് തന്നിരിക്കുന്നത്. 1.25. ഇവിടെയും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 0 ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് 0.137 0.137. അടുത്തത് 26.546 26.546. അപ്പോൾ ഇവിടെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സാണ് മാക്സിമം വന്നേക്കുന്നത്, 3 ഡിജിറ്റ്സാണ് മാക്സിമം വന്നേക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇല്ലാത്തതിനൊക്കെ 0 അപ്പുറത്തിട്ട് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പം ഉണ്ടാവുമായിരിക്കും. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 7ഉം 6ഉം ഫസ്റ്റ് ഇത് ആഡ് ചെയ്യുന്നു. 7ഉം 6ഉം 13. ബാലൻസ് 1 ബാലൻസ് കിട്ടും. നെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 7ഉം ഈ ബാലൻസ് 1ഉണ്ട്. 7ഉം 1 8ഉം 5ഉം 13ഉം 3ഉം 16ഉം 4ഉം 20. ബാലൻസ് 2 ഉണ്ട്. നെക്സ്റ്റ് ഈ 2ഉം 5ഉം ആഡ് ചെയ്യുന്നു. 7 1 8ഉം 2ഉം 10 3ഉം 13 3 ബാലൻസ് 1. പിന്നെ പോയിൻ്റ് ഇടുന്നു. പിന്നെ ഈ 1ഉം 3ഉം ആഡ് ചെയ്യുന്നു. 4ഉം 1ഉം 5ഉം 1ഉം 6ഉം 6ഉം 12. ബാക്കി 1 ബാലൻസ് ഉണ്ട്. ദെൻ 2ഉം 1ഉം 3ഉം 2 5ഉം 1ഉം 6. 62.303. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഡെസിമൽ വന്ന സംഖ്യകളാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഡെസിമലിന് ഈക്വലായിട്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡെസിമലിനൊക്കെ ഒരേ സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? 20.009 അതിനോട് എത്രയാണ് കൂട്ടേണ്ടത് നമുക്കറിയില്ല. അതിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടി കഴിഞ്ഞാൽ 50 കിട്ടും. അപ്പോൾ ആ സംഖ്യ നമുക്കറിയാത്തതുകൊണ്ട് നമ്മളതിനെ എക്സ് എന്ന് എടുക്കുകയാണ്. അതായത് 20.009 എത്രയാണ് കൂട്ടേണ്ടതെന്ന് അറിയില്ല, നമ്മളതിനെ എക്സ് എന്നെടുത്തു. കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. അതായത് ഈക്വൽ ടു 50. ഈ സംഖ്യയെ കൊണ്ട് എക്സിനെ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടും. അതായത് ഈ സംഖ്യേനെ എക്സ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 50. ഈ സംഖ്യ സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് എന്നുള്ളത് മൈനസ് ആകും. 20.009. അപ്പോൾ 50ൽ നിന്നും 20.009 മൈനസ് ചെയ്യണം. അതെങ്ങനെ മൈനസ് ചെയ്യാം? 50 മൈനസ് 20.009. 009.
അപ്പോൾ ഇത് മൈനസ് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നേരത്തെ അതേപോലെ തന്നെ 0 ഇട്ട് കൊടുക്കാം. 50 കഴിഞ്ഞിട്ട് ഡെസിമലൊന്നുമില്ല, നമ്മളവിടെ ബാലൻസ് ചെയ്യാൻ 0 0 0 എന്നിട്ട് കൊടുക്കുകയാണ്. ഇനി ഡയറക്റ്റ് മൈനസ് ചെയ്യാം. 9 10 ആവാനായിട്ട് 1. നെക്സ്റ്റ് 0 1 1 1 10 ആവാനായിട്ട് 9. 0 1 1 1 10 ആവാൻ 9 പോയിൻ്റ് ഇട്ടു. 0 1 1 1 10 ആവാനായിട്ട് വീണ്ടും 9. 2 1 3 3 5 ആവാനായിട്ട് 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ മൈനസ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതാണ് ഈ 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ എന്ന് കാണണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഭിന്നസംഖ്യ വന്നു കഴിഞ്ഞാൽ മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 10/2 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് 1/3 മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10/3 എന്ന് പറയുന്നത് 3 തവണ പോവും, പോയിൻ്റ് വരും, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 പോയിൻ്റ് സംതിങ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3-നും 5-നും ഇടയിലുള്ള സംഖ്യയാണ്. 3-നും 5-നും ഇടയിലുള്ള സംഖ്യകളാണ് ഈ 1/2-ഉം 1/3-ഉം. അപ്പോൾ 3-നും 5-നും ഇടയിലുള്ള സംഖ്യ ഇതിലേതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ നമ്പേഴ്സ് എടുക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ 1/4. മുകളിൽ ഇതേപോലെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 10-ൽ 2 തവണ പോവും. 4 2 8. ബാക്കി നോക്കണ്ട. അപ്പോൾ 2 പോയിൻ്റ് സംതിങ് എന്ന് വരും. ഈ 2 എന്ന് പറയുന്നത് 3-നും 5-നും ഇടയിൽ ഉള്ള സംഖ്യ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ബി 4/7. മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40/7 എന്ന് കിട്ടും. 40-ൽ 7 എത്ര തവണ പോവും? 6 7 42. അപ്പോൾ 5 7 35. 5 പോയിൻ്റ് സംതിങ് എന്ന് വരും. അപ്പോൾ 5 3-നും 5-നും ഇടയിലുള്ള സംഖ്യയാണ് കാണേണ്ടത്. ഇവിടെ 5 പോയിൻ്റ് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ്. 3/4 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3/4 മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30/4 എന്ന് വരും. 4 30-ൽ 7 4 28. 7 തവണ പോവും. അപ്പോൾ 3-നും 5-നും ഇടയിലല്ല വരുന്നത്. ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. അടുത്തത് 2/5 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 20/5. 5 20-ൽ 4 തവണ പോവും. ഈ 4 എന്ന് പറയുന്നത് 3-നും 5-നും ഇടയിലുള്ള സംഖ്യയാണ് 4. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഏറ്റവും വലുത് ഏത്? കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിലേറ്റവും വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്കിത് കാണാവുന്നതുള്ളൂ. ആദ്യം 7/11. ഇതിനെ മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 70/11. 70-ൽ 11 എത്ര തവണ പോവും? 7 × 11 എന്ന് പറയുമ്പോൾ 77 വരുന്നത്. അപ്പോൾ 6 തവണ പോവും. 6 × 11 66. 6 തവണ പോവും. നെക്സ്റ്റ് 13/17. മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 130. ഒരു 0 വരും. 130/17 എന്ന് വരും. ഇത് 130-ൽ 17 7 തവണ പോവും. 7 പോയിൻ്റ് സംതിങ് എന്ന് വരും. നെക്സ്റ്റ് 3/7. മുകളിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30/7 എന്ന് വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 4 പോയിൻ്റ് 7 4 28. 4 പോയിൻ്റ് സംതിങ് എന്ന് വരും. നെക്സ്റ്റ് 21/25. മുകളിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 210 എന്ന് വരും. 25 210-ൽ 100-ൽ 25 4 തവണ പോവും. 200-ൽ 8 തവണ പോവും.
210 അപ്പോൾ 8 പോയിൻറ്റ് സംതിങ് എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതാണ്? 8 പോയിൻറ്റ് സംതിങ് ആണ്. അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്, അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. അഞ്ചാമത്തെ കുട്ടിയുടെ വയസ്സ് എത്ര? ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശരാശരിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് അറിയാം, ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണം, അതാണ് ശരാശരി എന്ന് പറയുന്നത്. അഥവാ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് നമ്പർ. ഇവിടെ ആവറേജ് 4 കുട്ടികൾക്ക് ശരാശരി 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ശരാശരി 7, 4 കുട്ടികളാണ്. ടോട്ടൽ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. എൻ അഥവാ എണ്ണം, ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഇതിൽ നിന്നും ടോട്ടൽ കണ്ടുകൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 7 × 4 എന്ന് പറയുന്നത് 28. ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ്, അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നു. അപ്പോൾ ശരാശരി 6 വയസ്സായി. അപ്പോൾ അഞ്ചാമതൊരു കുട്ടി വന്നു. അപ്പോൾ എൻ എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് 5 ആയിട്ട് മാറി. ആവറേജ് എന്ന് പറയുന്നത് 6 ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതേ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ആവറേജ് എന്ന് പറയുന്നത് 6 = ടോട്ടൽ ഡിവൈഡഡ് ബൈ 10. ഇപ്പോൾ 5 ആയിട്ട് മാറി. ഇതിൽ നിന്നും ടോട്ടൽ എന്ന് പറയുന്നത് 6 × 5 30. ഇക്വേഷൻ നമ്പർ 2. 30 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് കാണാനുള്ളത് അഞ്ചാമത്തെ കുട്ടിയുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ കിട്ടിയ ഈ ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. 30 - 28, അതായത് പുതിയൊരാൾ വന്നു. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നതിൽ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ 2 ടോട്ടലുകളും തമ്മിലുള്ള ഡിഫറൻസ് കാണുക. 30-ൽ നിന്നും 28 കുറയ്ക്കുമ്പോൾ 2 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.